നമസ്കാരം. സ്ത്രീയാണ്, അവളുടെ സുരക്ഷിതത്തിലേക്കുള്ള പൊതുബോധമാണ് ഈ ആഴ്ചയിലും നമ്മുടെ വിഷയം. വൈദിക വൃത്തിയുടെ വിശുദ്ധി പരിപാലിക്കേണ്ടവർ വഴിതെറ്റിക്കുന്നവരായി മാറുമ്പോൾ പൊതുസമൂഹത്തിൽ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ദേവാലയത്തിലെത്തുന്ന ഓരോ വിശ്വാസിയുടെയും വിശ്വാസം നിലനിർത്തേണ്ടതും അവരെ തെറ്റിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കേണ്ടതും ഒപ്പം അവർക്ക് ആശ്വാസമാകേണ്ടതും ഓരോ വൈദികരുടെയും കടമയാണ്. അവർ യന്ത്രങ്ങളല്ല, കേവലം മനുഷ്യരാണ് എന്ന വാദം തെറ്റ് ചെയ്യാനുള്ള ന്യായീകരണമായി കാണാൻ കഴിയില്ല. കാരണം വിശ്വാസമെന്ന സത്യത്തിൽ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്ന വിശ്വാസിയാണ് ഇവിടെ ഇരയാകുന്നത്. ഏത് മതബോധത്തിൻ്റെ പേരിലായാലും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നേരെയുണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ ഒറ്റപ്പെട്ടത് എന്ന ഓമനപ്പേരിൽ ഒളിച്ചു വെക്കാനും മറക്കാനും സമൂഹം നൽകുന്ന അധികാരം ഉപയോഗപ്പെടുത്തുന്നതും അംഗീകരിക്കാനാവില്ല. ആശ്രയമാകേണ്ടവരും ആരാചാരന്മാരാകുന്ന കാലത്ത് വിശ്വാസികളുടെ വിവേകത്തിന് മുന്നിൽ വികാരത്തെ കൊണ്ടുവരാൻ പൗരോഹിത്യത്തിന് കഴിയുന്നുവെങ്കിൽ നാം എവിടെയാണ് തിരുത്തേണ്ടത്? ഇതാണ് ഈ ആഴ്ച ഞങ്ങൾക്കും പറയാനുണ്ട്, ചർച്ച ചെയ്യുന്നത്. അതിഥികളായി എത്തിയിരിക്കുന്നത് ഫാദർ പോൾ തേലക്കാട്ട് സത്യദീപത്തിൻ്റെ എഡിറ്ററും മുൻ KCBC വക്താവും, PC ജോർജ് MLA, ചെറിയാൻ ഫിലിപ്പ് സാമൂഹ്യ പ്രവർത്തകൻ, സ്വാമി സന്ദീപാനന്ദഗിരി, റോയ് മാത്യു മുതിർന്ന മാധ്യമപ്രവർത്തകൻ. ഫാദർ, ഒരുപക്ഷെ എണ്ണപ്പെട്ട അല്ലെങ്കിൽ ഒറ്റപ്പെട്ട കുറച്ച് കുറ്റകൃത്യങ്ങൾ മാത്രമേ കേരളത്തിലെ വൈദിക സമൂഹത്തിന് മുന്നിൽ വന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. എങ്കിലും കേരളം വളരെ ഞെട്ടലോടുകൂടിയാണ് ഇതിനെ കാണുന്നത്. സഭയ്ക്ക്, പൗരസ്ത്യ സഭാ സമൂഹത്തിന് ഇക്കാര്യത്തിൽ എന്ത് വിശദീകരണം നൽകാൻ കഴിയും? തെറ്റ് എവിടെയാണ് ഒരു തിരുത്തൽ സാധ്യമാകുക? ഞാനിവിടെ വന്നിരിക്കുന്നത് ആരെയും നീതീകരിക്കാനല്ല, മറിച്ച് നമുക്കുണ്ടായിട്ടുള്ള ഗൗരവമായൊരു വീഴ്ചയെ ചൂണ്ടിക്കാണിക്കാനാണ്. അതിവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ 20,000-ലധികം കത്തോലിക്ക അച്ഛന്മാരുണ്ട്. അതിൽ 9,000 ആളുകളും കേരളത്തിലാണ്. അവരിൽ വളരെ ചുരുങ്ങിയ ഒരു ശതമാനം പോലുമില്ലാത്ത ന്യൂനപക്ഷത്തിനാണ് ഇങ്ങനെയുള്ള വീഴ്ചകൾ സംഭവിക്കുന്നെങ്കിലും അത് ഗൗരവമായ പ്രശ്നമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, സന്യാസത്തിൻ്റെയും അല്ലെങ്കിൽ ബ്രഹ്മചര്യത്തിൻ്റെയും വഴി സ്വീകരിക്കുന്നവർ അത് വല്ല മരുന്ന് കഴിച്ചോ ഒന്നുമല്ല ബ്രഹ്മചര്യം പാലിക്കുന്നത്. അതിന് ശക്തമായ ആത്മനിയന്ത്രണവും തപസ്സും പ്രാർത്ഥനയും അനിവാര്യമാണ്. ഈ പ്രാർത്ഥനയും തപസ്സും ഉപേക്ഷിച്ചാൽ നമ്മുടെ ഈ ഉപഭോഗ സംസ്കാരത്തിൻ്റെ സന്തോഷങ്ങളിൽ മുഴുകാൻ തുടങ്ങിയാൽ അവിടെ ഗൗരവമായ വീഴ്ചകളുണ്ടാകും, തകർച്ചകളുണ്ടാകും, ഗൗരവമായ കുറ്റകൃത്യങ്ങളുണ്ടാകും. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ബ്രഹ്മചര്യത്തിൽ വീഴ്ച എന്ന പാപം മാത്രമല്ല, കുറ്റകൃത്യം ഇവിടെ ഉണ്ടായിരിക്കുന്നു. അത് വളരെ വേദനാജനകമാണ്, അവമാനകരമാണ്, ദുഃഖകരമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്താണ് ഇത്തരമൊരു അപഖ്യാതി ഉണ്ടാകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് നേരെയാണെങ്കിൽ കേരളം അവരെ അതേപടി കീറും. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടത് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു, വിരലിലെണ്ണാവുന്നത് എന്നെല്ലാം പറഞ്ഞു. പക്ഷേ അതുമാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു സത്യം കൂടിയുണ്ട്. അപ്പോൾ സഭാ സമൂഹത്തിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വൈദികർക്ക്, ഇങ്ങനെയും അല്ലാതെയുമുള്ള വൈദികർക്ക് പിന്തുണ നൽകുന്ന ഒരു പാർട്ടിയായിരുന്നു കേരള കോൺഗ്രസ്. നിങ്ങൾ കുറേ മാധ്യമങ്ങളും ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളും ചേർന്നുകൊണ്ട് കേരള കോൺഗ്രസ് പറഞ്ഞാൽ മെത്രാന്മാരുടെ അച്ഛന്മാരുടെയും പാർട്ടിയെന്ന് പറഞ്ഞിരിക്കുക. എനിക്ക് നിങ്ങളോട് സത്യത്തിൽ സഹതാപമുണ്ട്. കേരള രാഷ്ട്രീയ ചരിത്രം മുഴുവൻ കളവിൻ്റെയും കള്ളത്തരത്തിൻ്റെതാണ്. അറിയാമോ? യഥാർത്ഥം എന്താ? കേരള കോൺഗ്രസ് 65-ലുണ്ടാകുമ്പോൾ 64 ഒക്ടോബർ 9 ഉണ്ടാകുന്നു. ഏത് മെത്രാൻ്റെ പിന്തുണ ഉണ്ടായെന്ന് പറ. പാലാ മെത്രാൻ പരസ്യമായ കോൺഗ്രസ്സുകാരനായിരുന്നു, അറിയാമോ? അത് കഴിഞ്ഞ് വന്ന മെത്രാൻ സെബാസ്റ്റ്യൻ തിരുമേനിയായിരുന്നു ആദ്യം കോൺഗ്രസ്, അത് കഴിഞ്ഞ് പള്ളിക്കാപ്പറമ്പൻ കോൺഗ്രസ്. മനസ്സിലായില്ലേ? ഒരിക്കലും ഒരു മെത്രാനും കേരള കോൺഗ്രസ്സുകാരനല്ല. പറയും പിന്നെ KM മാണി, പിന്നെ എല്ലാം KM ചൊറിയും. കാണുമ്പം മെത്രാന്മാരെ വേണ്ട, ലോകം കണ്ടാൽ ഉടനെ സ്തുതിയില്ലും. അതുകൊണ്ടെല്ലാം മെത്രാൻ്റെ പാർട്ടിയിൽ നിന്ന് പേരുദോഷം വേണമെന്നല്ലാതെ. ഞാൻ 80 പോലെ മത്സരിക്കുക. അച്ഛന്മാർ വണ്ടിയും കൊണ്ട് എന്നെ തോൽപ്പിക്കാൻ നടന്നത്. ഈ ഇലക്ഷനിൽ ഞാൻ നിന്നു. ആ കാഞ്ഞിരപ്പള്ളി എത്ര ലക്ഷം രൂപ മുടക്കണം അങ്ങനെ വിളിച്ചു ചോദിര് എന്നെ തോൽപ്പിക്കാൻ. പക്ഷേ ജനം സമ്മതിച്ചില്ല. അതുകൊണ്ട് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഈ മെത്രാന്മാരുടെ സഭയുടെ പിന്തുണ എന്നുള്ള വർത്തമാനം പറയാൻ പാടില്ല. ഇപ്പോൾ വന്നിരിക്കുന്നതിന് റോബിൻ അച്ഛൻ, യവനൂർ റാസ്കൽ അച്ഛൻ എന്ന് പറയില്ല കേട്ടോ, എനിക്കിഷ്ടമില്ല. യവനൂർ റാസ്കലാന്ന് ഞാൻ 10 കൊല്ലം മുമ്പ് പറഞ്ഞറിയാവോ? മാധ്യമപ്രവർത്തകരെയും MLA-മാരെയും പോലെയല്ല. മലാഖിയുടെ സുവിശേഷം പറയുന്നുണ്ട് കൃത്യമായിട്ട്. എന്താണ്?
ഒരാൾ പ്രവാചകനായിട്ട് കടന്നു വരുന്നുണ്ടെങ്കിൽ ആ പ്രവാചകന്റെ പുണ്യം പേരണം. ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ടാണ് പത്രോസിൻ്റെ സിംഹാസനത്തിൻ്റെ ബാക്കിയായി വന്നിട്ടുള്ള എല്ലാവരെയും വിശ്വാസ സമൂഹം കാണുന്നത്. അവരെയും MLA-മാരെയും ഒരേപോലെ കാണുന്നത് ലളിതവൽക്കരിക്കുകയാണ്. ഞാൻ ഈ വിഷയത്തെ പർവ്വതീകരിക്കുകയല്ല. പക്ഷേങ്കിൽ വിശ്വാസ സമൂഹത്തിന് മേലുണ്ടാകുന്ന ആ ചൂഷണം, ആ ആത്മീയ ചൂഷണം, അത് ചെയ്യുന്നവരുടെ തെറ്റ് വളരെ വളരെ വലുതാണ്. അതിനകത്തൊരു മാറ്റമാണ് ഉണ്ടാകുന്നത്. ഡബിൾ ശിക്ഷ വേണം. മാർഷലിന് 100 രൂപ ശിക്ഷിച്ചാൽ ഈ കശമ്മലിനെ 1000 രൂപ ശിക്ഷിക്കണം. ഇയാളെ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ അയാളെ മേല് മുഴുവൻ വരഞ്ഞിട്ട് നല്ല കാന്താരി മുളക് തേച്ച് പിടിപ്പിക്കണം എന്ന് അഭിപ്രായക്കാരനായി. കാരണം അയാൾ മാത്രം അയാളുടെ ജഡികമായ അഭിലാഷങ്ങളുടെ പേരിൽ ഒരു സഭയെ അവകാശിച്ചു, ഒരു സമൂഹത്തെ നാണം കെടുത്തി, ആ സമൂഹത്തിന് പോലും മോശമുണ്ടാക്കി. ഇവനെപ്പോൾ ഉള്ളവനൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളത് സമൂഹം ചർച്ച ചെയ്യണമെന്ന് അഭിപ്രായക്കാരനാണ്. ഒരു സംശയം വേണ്ട. ചിത്രം വരയ്ക്കുമ്പോൾ ആ ചിത്രത്തിനകത്ത് കന്യാമറിയത്തെ നഗ്നയായി വരച്ചു എന്ന് പറയും. ഇതിനൊക്കെ പള്ളിയും പട്ടക്കാരനുമെല്ലാം തെരുവിലിറങ്ങും. പക്ഷേ ഇതുപോലെ പള്ളി മേടയിൽ കാണിക്കാൻ പാടില്ലാത്ത വൃത്തികേട് കാണിക്കുന്ന ഒരച്ഛനുണ്ടാകുമ്പോൾ എന്തുകൊണ്ട് വിശ്വാസ സമൂഹം മൗനം പാലിക്കുന്നു? എല്ലാവരും എന്തിന് ഈ അങ്ങ് പോലും ന്യായീകരിക്കുകയാണ്. സഭ കുറച്ചൊക്കെ കണ്ടില്ല എന്ന് വെച്ച് പോകുന്നുണ്ട്. എന്താ അത് വലിയ തെറ്റാണത്. ഞാൻ പലർക്കും സംസാരിച്ചിട്ടുള്ളവനാണ്. സംസാരിച്ച് എല്ലാ കാര്യവും പരസ്യപ്പെടുന്നത് മര്യാദയല്ലാത്തതുകൊണ്ട്. തൊണ്ണെ പുഴുത്താൽ ഇറക്കല്ല തിന്നെ ചെയ്യും. തുപ്പിക്കളയാൻ പറ്റുമോ? ഇറങ്ങിപ്പോവുകയല്ലേ എന്നതുപോലുള്ള ഈരം പുഴുക്കുത്തുകൾ ഉണ്ട്. ഞാൻ പറയുന്നത് സഭ ഈ കാര്യത്തിൽ ഉറച്ച നടപടി സ്വീകരിക്കണം. കേരള രാഷ്ട്രീയത്തിൽ ഈ സഭയുടെ ഇടപെടലുകളും വളരെയധികം ഉണ്ടായിട്ടുണ്ട്. നമ്മളിതിനെ ഏതെങ്കിലും ഒരു വൈദികൻ്റെ വൈകൃതമായി മാത്രം കാണാൻ സാധിക്കില്ല. ഒരു പൊതു പ്രശ്നമാണ്. ഒരു കുറ്റവാസനാപൂർണമായ ലൈംഗിക അരാജകത്വം നമ്മുടെ കേരള സമൂഹത്തിൽ അടുത്ത കാലത്തുണ്ട്. അതിന് പല കാരണങ്ങളാണ്. അതല്ലല്ലോ ഇവിടെ വിഷയം. പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം പുരോഹിതന്മാർക്ക് സമൂഹം ഒരു വലിയ മാന്യത കൽപ്പിക്കുന്നുണ്ട്. അത് കാരണം നേരത്തെ മാർസൽ എന്ന് പറഞ്ഞതുപോലെ ഭൂമിയിലെ ദൈവത്തിൻ്റെ പ്രതികളാണ്, അല്ല ദൈവവുമായിട്ടുള്ള ഇടനിലക്കാരാണ്, അങ്ങനെ ഒരു വിശ്വാസ സമൂഹം ആരാധിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഏറ്റവും ഒരു ആദരിക്കപ്പെടുന്ന ഒരു സമൂഹം എന്ന നിലയിൽ പുരോഹിതന്മാർ സമൂഹത്തിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ്. നേരത്തെ ശ്രീ PC ജോർജ് പറഞ്ഞതുപോലെ MLA-യും രാഷ്ട്രീയ പ്രവർത്തകനും മാധ്യമപ്രവർത്തകന്മാരും ഇതുപോലെ ഉള്ളവരെ കാണിക്കാൻ പാടില്ല. അവർക്ക് പ്രത്യേക ലൈസൻസ് ഒന്നുമില്ല. എങ്കിലും അവർക്കില്ലാത്ത ഒരു പ്രത്യേക ഒരു പരിവേഷം ഈ പറയുന്ന പുരോഹിതന്മാർക്കുണ്ട്. ആ പുരോഹിതന്മാരിൽ നിന്ന് തെറ്റായ പ്രവണത വരുമ്പോഴാണ് സമൂഹം കൂടുതൽ അതിലേറ്റവും കൂടുതൽ വ്യസനപ്പെടുന്നത്. ഈ റോബിൻ അച്ഛനെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു കശ്മലനാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ പൊതുസമൂഹം പറയുന്നത്. അതിനോട് ഞാൻ യോജിക്കുകയും ചെയ്യുന്നു. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. നമുക്കറിയാം മാടത്തരുവി കൊലക്കേസ്. അന്ന് ബെൻഡിക്ട് എന്ന് പറയുന്ന അച്ഛൻ വധശിക്ഷയ്ക്ക് വിധേയമായി. പിന്നീട് അദ്ദേഹം തൂക്കുമരം രക്ഷപ്പെട്ടു. പക്ഷേ അടുത്ത കാലത്ത് ഇതൊരു ആഗോള പ്രശ്നമാണ്. പൗരോഹിത്യത്തെ സംബന്ധിച്ചോളം അത് ക്രിസ്ത്യൻ സഭ മാത്രമല്ല, ഒരു പുരോഹിതൻ്റെ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ സന്യാസ സദൃശ്യമാണ്. അപ്പോൾ കത്തോലിക്ക പുരോഹിതന്മാർ സന്യാസ സദൃശ്യമായ ജീവിതം നയിക്കാൻ ബാധ്യസ്ഥരായ ഈ കത്തോലിക്ക പുരോഹിതന്മാർ ഈ പെൺവേട്ട നടത്തുന്നത് അല്ലെങ്കിൽ ബാലവേട്ട നടത്തുന്നത് ഏറ്റവും നിഷ്ഠൂരമാണ്. അത്തരം ആളുകളെ സഭയിലും സമൂഹത്തിലും വെച്ചു പൊറപ്പിക്കാൻ പാടില്ലാത്തതാണ്. പോൾ താലേക്കാടൻ അച്ഛനെ പോലെ ആളുകൾ ഇന്ന് തുടങ്ങിയത് തന്നെ ഞാൻ ആരെയും നീതീകരിക്കുന്നില്ല എന്നാണ്. അപ്പോൾ അത്തരം ഒരവസ്ഥയിലേക്ക് സഭ മാറണമെന്നുണ്ടെങ്കിൽ സഭയുടെ മനോഭാവത്തിലും മാറ്റം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ അച്ഛന്മാരും കന്യാസ്ത്രീമാരുമെല്ലാം ഈ അച്ഛനെ സംരക്ഷിക്കുന്ന, ഈ കേസ് ഒതുക്കി തീർക്കാൻ അല്ലെങ്കിൽ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അത് ക്രൈസ്തവ സഭയ്ക്കും കത്തോലിക്ക സഭയ്ക്കും വളരെ അപകടകരമായ കാര്യമാണ്. റോഹിച്ച, സഭാ സമൂഹം ഈ തെറ്റുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയും അതോടൊപ്പം തന്നെ സഭാ സമൂഹത്തിൻ്റെ വിശുദ്ധി അതേപടി തന്നെ നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ കേസിലെങ്കിലും തുടരുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഞാൻ 1987 തിരുവനന്തപുരത്ത് ഒരു ജേർണലിസ്റ്റായിട്ട് വരുന്നു. 91-ലോ 92-ലോ ഞാൻ പോയി റിപ്പോർട്ട് ചെയ്തൊരു ഞെട്ടിക്കുന്നൊരു സംഭവമായിരുന്നു. ഈ ജോളി വധക്കേസിൽ പ്രതിയായ രവിയച്ഛനെ ഹൈക്കോടതി വെറുതെ വിട്ടു. 1001 കാറുകളുടെ അകമ്പടിയോടുകൂടിയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അതിനകത്ത് ഒരു കക്ഷിയായിരുന്നു R. ബാലകൃഷ്ണപിള്ള ഉണ്ടായിരുന്നു. അപ്പം ഒരു കുറ്റവാളിയെ, ഒരു പുരോഹിതനായതുകൊണ്ട് കുറ്റവാളിയെ ഗ്ലോറിഫൈ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് അന്ന് കണ്ടത്. എൻ്റെ ഈ 30 വർഷത്തെ ജേർണലിസ്റ്റ് കരിയറിനിടയിൽ ഞാൻ ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഈ റോബിൻ അച്ഛൻ, എനിക്ക് അയാളെ നേരിട്ടറിയാവുന്ന ഒരാളാണ്. ഈ അച്ഛന് വേണ്ടി ഇന്നിപ്പോൾ ഇതൊക്കെ 2 ദിവസം കഴിയുമ്പോൾ കഴിയും. ഞാൻ പോൾ തേലക്കാട് അച്ഛൻ്റെ മാന്യതയും അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെയും ധാർമ്മിക ബോധത്തെയൊക്കെ ഞാൻ അംഗീകരിക്കും. പക്ഷെ ഒരു കാര്യം, നാളെ നിങ്ങൾ നോക്കിക്കോ, ഈ കേസ് ഇപ്പം തന്നെ അട്ടിമറിക്കാനുള്ള ഒരുപാട് നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. കാഞ്ചി കാമകോടി ശങ്കരാചാര്യ കേസിൽ പ്രതിയായപ്പോൾ, കൊലക്കേസിൽ പ്രതിയായപ്പോൾ എന്തായിരുന്നു കണ്ടത്? എൻ്റെ ഹിന്ദു കമ്മ്യൂണിറ്റിക്കാരെ ഡിഫറെൻറ്റ് പൗരോഹിത്യ സെറ്റപ്പുകൾ രക്ഷിക്കാൻ വരികയായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ മേൽ വിവിധ തരത്തിലുള്ള പ്രഷർ.
അത് തന്നെയാണ് ഈ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതൊരു ഓർഗനൈസ്ഡ് മാഫിയ സംഘമാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്, ഏത് കൂട്ടത്തിലുള്ളവരും. എനിക്കൊരു പ്രതീക്ഷയുമില്ല ആ കുഞ്ഞിന്, ആ 16-കാരിയായ കുഞ്ഞിനും അതിൻ്റെ ജനിച്ച കുട്ടിക്കും നീതി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. കാരണം ആ കുട്ടി 10 മാസം സ്കൂളിൽ വന്നപ്പോൾ, ഈ പുരോഹിതന്മാർ പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിത്തപ്പോൾ ഇവരാരും ഇത് കണ്ടില്ലേ? അതിനുശേഷം ആ കുഞ്ഞിനെ ഗർഭിണിയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന കന്യാസ്ത്രീകളാണ് അവിടുത്തെ നേഴ്സുമാരിലധികവും, ഡോക്ടർമാർ. ഇവരെല്ലാം അന്ധന്മാരായിരുന്നു. ഇവരാരും ഇതൊന്നും കണ്ടില്ലേ? അവരുടെ കൺമുന്നിൽ നടന്നൊരു ക്രൈം അവരാരും റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല. പിന്നെ റോബിൻ അച്ഛനെ പിടിച്ചത് എന്തോ ഭാഗ്യം കൊണ്ട്, കേരള പോലീസിൻ്റെ ഭാഗ്യം കൊണ്ട് പിടിക്കപ്പെട്ടു പോയതാണ്. അതല്ലായിരുന്നെങ്കിലോ അയാൾ ഇന്ന് കേരളയിലിരുന്നതിന് പിടിക്കുമോ? ഇനി വരാൻ പോകുന്ന പ്രോസസ്സുകൾ വരാൻ പോകുന്നുള്ളൂ. കേസിൻ്റെ ആർഗ്യുമെൻ്റ് സ്റ്റേജിൽ വരുന്നു, അല്ല ട്രയൽ വരുന്നു. ഈ കുട്ടിയെ കൊണ്ട് എന്തായിരിക്കാം പറയിപ്പിക്കാൻ പോകുന്നത്? ഇപ്പോൾ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് അറിയാമോ? ഈ കുട്ടി ഈ DNA ടെസ്റ്റിനകത്തോ അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്ന ഈ കേസ് ഇപ്പം അറസ്റ്റ് ചെയ്ത് 4 ദിവസം പോസ്കോ പ്രകാരം ജയിലിൽ കിടന്നു എന്നുള്ളതല്ലല്ലോ ഇഷ്യൂ. ഈ കേസിനകത്ത് ഈ കശ്മലൻ ശിക്ഷിക്കപ്പെടണോ എന്നുള്ള വലിയൊരു പ്രോസസ്സ് ഉണ്ടല്ലോ. ആ പ്രോസസ്സിനകത്ത് ആ പാവപ്പെട്ട വീട്ടുകാർ എവിടെ നിൽക്കും? ഏറ്റവും നീചമായൊരു കാര്യമാണല്ലോ ഈ അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ പിതാവിൻ്റെ മേൽ ഈ പാപഭാരം കെട്ടിവെക്കാനുള്ള ശ്രമം ഇല്ലേ? 10 ലക്ഷം രൂപ എണ്ണി കൊടുത്തിട്ട് ഇയാൾ ചെയ്ത ഒരു കൃത്യം ആ പാവപ്പെട്ട പിതാവിൻ്റെ മേൽ. അപ്പോൾ ഇത് കാരണം സഭ ഒരുക്കി കൊടുത്ത് വലിയൊരു, അല്ലെങ്കിൽ ഇതേപോലുള്ള ഈ പൗരോഹിത്യം ഒരുക്കി കൊടുക്കുന്ന വലിയൊരു പ്രൊട്ടക്ഷനുണ്ട്. ആ പ്രൊട്ടക്ഷൻ്റെ കീഴിലാണ് ഇവരെല്ലാവരും നിൽക്കുന്നത്. കാരണം ഇത് ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന സെറ്റപ്പാണെന്ന് പകുതി പേർക്ക് അറിയാം. അതല്ല, നന്മ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കാരണം കേരളത്തിൽ 13 14 അച്ഛന്മാരും ഒരു ബിഷപ്പുമാണ് പാവപ്പെട്ടവർക്ക് കിഡ്നി കൊടുക്കാൻ തയ്യാറാണ്. അത് വലിയൊരു സംഭവമാണ്. അത്തരം വലിയ നന്മകളാണ് ഇതേപോലുള്ള കാര്യങ്ങളിൽ അണ്ടർമൈൻ ചെയ്യപ്പെട്ടു. മാർഷലെ, ഞാൻ ഇപ്പോൾ ഇവിടെ ഈ സമൂഹത്തിന് വന്ന് നമ്മുടെ അച്ചായൻ ഉൾപ്പെടെയുള്ള MLA ഉൾപ്പെടെയുള്ള സൊസൈറ്റി ഞാൻ പറയുന്നു, ഈ കേസിനകത്ത് അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ റൂബിൻ ശിക്ഷിക്കപ്പെടുകയുള്ളൂ. ശിക്ഷിക്കപ്പെടാൻ ഒരു സാധ്യതയില്ല. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ, ആഗോള കത്തോലിക്ക സഭയുടെ സൈസ്, രൂപം, ഭാവം, ശേഷി, സാമ്പത്തിക ശേഷി അനുസരിച്ച് ഒരു തരത്തിൽ ശിക്ഷിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നില്ല ഞാൻ.